പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേരള സർക്കാരിന് കീഴിലുള്ള കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് KTDCയിലെ വിവിധ തസ്തികകളിലായിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അതിലേക്ക് ജനുവരി 7, 2026 വരെ അപേക്ഷിക്കാൻ കഴിയും. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കായിരിക്കും ആദ്യ നിയമനം. അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ എലിജിബിൾ ആയുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാൻ കൂടെ ചെയ്യുക, മറക്കരുത്. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇതിന് 3 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഈ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ഓരോന്നോരം നമുക്ക് നോക്കാം. ആദ്യത്തെ ഡീറ്റെയിൽ നോക്കുന്നതിൽ എല്ലാം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കായിരിക്കും നിയമനം. ഒന്നാമത്തെ പോസ്റ്റ് റിസപ്ഷനിസ്റ്റിന്റെ 16 ഒഴിവുകളുണ്ട്, വെയിറ്റർമാരുടെ 27 ഒഴിവുകളുണ്ട്, അസിസ്റ്റന്റ് കുക്കുമാരുടെ 12 ഒഴിവുകളുണ്ട്. ഇതിലെല്ലാം കൺസോളിഡേറ്റഡ് സാലറിയാണ്. പ്രതിമാസം 22,200 രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. പ്രായം പറഞ്ഞിട്ടുള്ളത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ SC/SC-കാർക്കും OBC-കാർക്കും നിയമാനുസൃതമായുള്ള ഇളവ് ലഭിക്കുമെന്ന കാര്യം മനസ്സിലാക്കുക. ക്വാളിഫിക്കേഷൻ കൂടെ നമുക്ക് നോക്കാം. റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റിലേക്ക് +2 പാസ്സായിരിക്കുക. അതുപോലെ ഹോട്ടൽ റിസപ്ഷൻ ബുക്ക് കീപ്പിംഗിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനോ NCVTയോ അല്ലെങ്കിൽ കിഡ്സിന്റെ സർട്ടിഫിക്കറ്റ് ആയാലും ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിവ മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഫോറിൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ്. അടുത്ത വെയിറ്റർ പോസ്റ്റിലേക്കും 10ാം ക്ലാസ് വേണ്ട യോഗ്യത. അതിലേക്കും റെസ്റ്റോറന്റ് ആൻഡ് കൗണ്ടർ സർവീസിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനോ കിഡ്സിനോ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനോ NCVT സർട്ടിഫിക്കറ്റ് ആയാൽ മതിയാവും. അവിടെയും ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിവ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഫോറിൻ ലാംഗ്വേജ് അറിയാനുള്ള ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ്. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് കുക്കാണ്. 10ാം ക്ലാസ് വേണ്ട യോഗ്യത. അതോടൊപ്പം ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് കുക്കറിയിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനോ NCVTയോ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആയാൽ മതിയാവും. നേച്ചർ അപ്പോയിന്റ്മെന്റ് 1 വർഷത്തെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും. സെലക്ഷൻ പ്രോസസ്സ് ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ അവർക്ക് റിട്ടേൺ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസ് 200 രൂപയാണ് എല്ലാത്തിനും. നമുക്ക് അവസാനം നോക്കാം. അത് നമ്മൾ 200 രൂപ DD മാനേജിംഗ് ഡയറക്ടർ KTDC എന്ന പേരിൽ തിരുവനന്തപുരത്ത് മാറ്റാവുന്ന DD ആയിരിക്കണം എടുക്കേണ്ടത്. അപേക്ഷിക്കേണ്ട എല്ലാം കോമൺ ആണ്. ഞാൻ അവസാനം പറയാം. ഇനി രണ്ടാമത്തെ കാറ്റഗറി നമുക്ക് നോക്കാം. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഫോമും കൊടുത്തിട്ടുണ്ട്. ആ ഫോം വേണം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. അടുത്ത പോസ്റ്റ് റിസപ്ഷനിസ്റ്റിന്റെയാണ്. 7 ഒഴിവുകളാണുള്ളത്. അതിലേക്ക് വേണ്ട യോഗ്യത +2 പാസ്സായിരിക്കുക. അതോടൊപ്പം ഹോട്ടൽ റിസപ്ഷൻ ആൻഡ് ഹൗസ് കീപ്പിംഗിലുള്ള സർട്ടിഫിക്കറ്റ് 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവരായിരിക്കണം. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അറിഞ്ഞിരിക്കണം. അത് ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജ് ആണെങ്കിൽ ഒരു ഡിസൈറബിൾ അഭികാമ്യ യോഗ്യതയാണ്. അടുത്ത കൺസൾട്ടന്റ് കുക്കുമാരുടെ 11 ഒഴിവുകളുണ്ട്. അതിലേക്ക് വേണ്ട യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് കുക്കറിയിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞ തന്നെ ആ യോഗ്യതയാണ്. അത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനോ അതുപോലെ NCVT സർട്ടിഫിക്കറ്റോ ഹോട്ടൽ മാനേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ആയി മതിയാവും. അടുത്ത കൺസൾട്ടന്റ് ഹൗസ് കീപ്പർമാരുടെ 3 ഒഴിവുണ്ട്. 10ാം ക്ലാസ് പാസ്സായിരിക്കുകയാണ് അത് വേണ്ട യോഗ്യത. അതോടൊപ്പം അല്ലെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായോടൊപ്പം ഹൗസ് കീപ്പിംഗ് ആൻഡ് അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനോ അല്ലെങ്കിൽ NCVTയോ ഹോട്ടൽ മാനേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ BSc ഹോം സയൻസ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയും. 3 പോസ്റ്റാണുള്ളത്. ഇതിലേക്കും പ്രതിമാസം 22,200 രൂപയാണ് എല്ലാ പോസ്റ്റിനും ശമ്പളമായിട്ട് ലഭിക്കുക. അതുപോലെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കായിരിക്കും നിയമനം. സെലക്ഷൻ പ്രോസസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും റിട്ടേൺ ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, അതുപോലെ ഇന്റർവ്യൂ ഉണ്ടാവാം. ഏജ് ലിമിറ്റ് ഇവിടെയും 18 മുതൽ 36 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 1/1/2026 അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെയും അപേക്ഷാ ഫീസ് ഉണ്ട്, 200 രൂപയുണ്ട്. അത് നമ്മൾ മാനേജിംഗ് ഡയറക്ടർ KTDC ലിമിറ്റഡ് എന്ന പേരിൽ തിരുവനന്തപുരത്ത് മാറ്റാൻ DD ആയിട്ട് എടുക്കണം. ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് അത് ലഭിക്കും എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. അപ്ലൈ ചെയ്യുന്നത് നമുക്ക് പിന്നീട് ഇവിടെ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ഫോം ഫില്ല് ചെയ്ത് തപാലിൽ വേണം നിങ്ങൾ അയക്കാനായിട്ടെന്ന കാര്യം ഓർമ്മിക്കുക. ഇനി ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കാം. അത് കൺസൾട്ടന്റ് ഷെഫ്മാരുടെയാണ്. 3 ഒഴിവുകളാണ്. പ്രതിമാസം 60,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരളവും തമിഴ്നാടുമാണ് ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇനിഷ്യലി 1 വർഷത്തേക്കായിരിക്കും, എന്നാൽ വീണ്ടും 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ട്. വേണ്ട യോഗ്യത 3 വർഷത്തെ ഡിഗ്രിയാണ്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജിയുള്ള 3 വർഷത്തെ ഡിഗ്രിയോ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അതുപോലെ 3 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് എല്ലാ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2026 ജനുവരി 7 ആണ്. അപ്പോൾ നമ്മൾ അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒപ്പമുള്ള ഫോം ഉണ്ട്. അപ്പോൾ ആ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ ഫില്ല് ചെയ്തതിനു ശേഷം സെൽഫ് അറ്റസ്റ്റ് കോപ്പി ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ധരിക്കുന്ന സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് കോപ്പി സഹിതം വേണം അയക്കുവാൻ. അതോടൊപ്പം 200 രൂപ DD മാനേജിംഗ് ഡയറക്ടർ KTDC എന്ന പേരിൽ എടുത്ത DD കൂടെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അയക്കണം. റിസർവേഷൻ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അവരുടെ ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അയക്കുന്ന കവറിന്റെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ് നിങ്ങൾ എഴുതുക. കൺസൾട്ടന്റ് ഷെഫാണ് ഷെഫിന്റെ എഴുതുക. ഇനി റിസപ്ഷനിസ്റ്റ് ആണ് റിസപ്ഷൻ എഴുതുക. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അതോടൊപ്പം എല്ലാ ഫില്ല് ചെയ്തതിനു ശേഷം മാത്രം അയക്കേണ്ട വിലാസം ദ മാനേജിംഗ് ഡയറക്ടർ കേരള
ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, മസ്കട്ട് സ്ക്വയർ, PB നമ്പർ 5424, തിരുവനന്തപുരം 695033 എന്നുള്ളതാണ്. ഫോൺ നമ്പർ ഉണ്ട് 0471-272-1243 എന്ന ഫോൺ നമ്പർ ഉണ്ട്. വെബ്സൈറ്റ് www.ktdc.com എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ഫോം ഇതോടെ ഓരോ പോസ്റ്റിനെയും കൊടുത്തിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് വേണം നിങ്ങൾ തപാലിൽ അയക്കാൻ കാര്യം പ്രത്യേകം ഓർത്തിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.